പാമ്പ് കടിച്ചിട്ടുള്ള മരണങ്ങൾ കുറച്ച് ദിവസമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം? കാരണം ചൂട് കൂടുന്ന സമയത്ത് പാമ്പുകൾ തണുപ്പുള്ള സ്ഥലങ്ങളിലോട്ട് പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 7 പോയിന്റുകളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഈ വീട്ടിലോട്ട് കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ജനാലയിലൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ ജനാലകളിലെല്ലാം ഒരു നെറ്റ് അടിക്കുക. നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് അകത്തോട്ട് കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ വീട്ടിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ആ ശാഖകൾ വെട്ടിമാറ്റുക. മൂന്നാമതായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ബെഡും ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം തട്ടി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കിടക്കാവൂ. ആ 2 കുട്ടിക്ക് പാമ്പ് കടിയേറ്റത് തലേണയുടെ അടിയിലുള്ള പാമ്പ് കടിച്ചിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ഹോളുകളും വീട്ടിൻ്റെ വെളിയിലോട്ടുണ്ടാവും. ചില ഹോളുകളോ പൈപ്പുകളൊക്കെ വെളിയിലോട്ടുണ്ടാവും. അതുവഴിയും പാമ്പ് കയറാം. എല്ലായിടത്തും നെറ്റ് അടിക്കുക. വീടിന് ചുറ്റും വൃത്തിയാക്കി വയ്ക്കുക. വൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ വൃത്തിയില്ലെങ്കിൽ എന്തുവരും? എലി വരും. എലിയെ കഴിക്കാൻ വേണ്ടി നമ്മുടെ പാമ്പും വരും. പാമ്പ് നമ്മുടെ വീട്ടിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ചെടിച്ചട്ടിയിലുള്ള നനവ്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചെടിച്ചട്ടിയിൽ നനവുണ്ടാവും. അപ്പം അതിലൊക്കെ പോയി പാമ്പ് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെടിച്ചട്ടിയിൽ പാമ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കൈയും കാലും ഒക്കെ അങ്ങോട്ട് കൊണ്ടുവരാവും. അല്ലെങ്കിൽ കടി ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ വിറകും അതുപോലെ ഈ ചകിരിയൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഈ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അവിടെ എലികളുണ്ടാവും, പാമ്പുകളും ഉണ്ടാവും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പാമ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആ ഏരിയയിലോട്ടൊക്കെ പോകാവൂ. പിന്നെ നമ്മുടെ ഈ ചെരുപ്പുകൾ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഷൂസുകളും തട്ടിയതിന് ശേഷം മാത്രമേ ഷൂസ് ഇടാവൂ. കാരണം അതിൻ്റെ അകത്തൊക്കെ പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പല മരണങ്ങളും തടയാൻ വേണ്ടി ഈ ഒരു 7 പോയിന്റ് ഹെൽപ്പ് ചെയ്യും. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.